ഉത്തർപ്രദേശിലെ വർഗീയ സംഘർഷമുണ്ടായ സംഭാലിൽ തെളിവെടുപ്പിന് ജുഡീഷ്യൽ സംഘമെത്തി 5 പേർ കൊല്ലപ്പെട്ട അക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് സംഘം എത്തിയത്. കോടതി നിർദ്ദേശപ്രകാരം എത്തിയത് 3 ജുഡീഷ്യൽ സമിതി അംഗങ്ങളാണ്. പ്രദേശത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നാഷണൽ ഡെസ്കിൽ നിന്നും വി.എസ്. സനോജാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത്. വി.എസ്. സനോജ്, ഏത് രീതിയിലാണ് അവിടെ പരിശോധന നടക്കുന്നത്? ഇപ്പോൾ അത് പുരോഗമിക്കുകയാണോ? തീർച്ചയായും സ്വാതി, കഴിഞ്ഞ കുറച്ച് 2 ആഴ്ചകളായിട്ട് സംഭലിൽ, ഉത്തർപ്രദേശിലെ സംഭലിൽ വലിയ രീതിയിലുള്ള വർഗീയ സംഘർഷം നടക്കുകയാണ്. അതായത് നേരത്തെ ഷാഹി ജമാ മസ്ജിദ് എന്ന് പറയുന്ന സംഭലിലെ അവരുടെ മുസ്ലിം വിഭാഗത്തിൻ്റെ പള്ളിയിൽ അത് ഒരു പ്രാചീന ക്ഷേത്രമായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പരാതി, അത് സംബന്ധിച്ചൊരു ഹർജി സുപ്രീം കോടതിയുടെ അതായത് അവിടുത്തെ പ്രാദേശിക കോടതിയുടെ പരിഗണനയിൽ വരുന്നു. സുപ്രീം കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള വിഷ്ണു ശങ്കർ ജെയിൻ അവിടെ ചണ്ടൌസി എന്ന് പറയുന്ന സംഭലിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുന്നു. അതിനെ തുടർന്ന് സർവേ നടപടികൾക്ക് കോടതി ഉത്തരവിടുന്നു. ഈ സർവേ നടപടികളുടെ ഭാഗമായി അവിടെ ഉദ്യോഗസ്ഥരെത്തുന്നു. ആദ്യഘട്ടത്തിലുള്ള സർവേ നടക്കുകയും അതിന് ശേഷം 2ാം തവണ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതായത് അവിടുത്തെ പ്രദേശത്തെ വിശ്വാസികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ആളുകളുമായി ഏറ്റുമുട്ടലുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോലീസും അവിടുത്തെ വിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, അതൊരു വർഗീയ കലാപത്തിലേക്ക് പോവുകയുമാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് 5 പേർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. 30ഓളം പേർ അറസ്റ്റിലായി. 2500ഓളം FIRകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കെതിരെ ചുമത്തുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് മറ്റൊരു ഹർജി പോവുകയും സർവേ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജി പോവുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ജനുവരി 8 വരേക്ക് സർവേ നടപടികൾ സുപ്രീം കോടതി നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. പക്ഷേ അവിടെ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 3 അംഗ ജുഡീഷ്യൽ സമിതി നിലവിൽ ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ വലിയ സുരക്ഷാ പ്രശ്നമുള്ള മേഖലയാണ്. അതിനാൽ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചാണ് ഇപ്പോൾ ഈ പരാതിക്കാരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള തെളിവെടുപ്പും അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടെ പരിശോധനയും അതുപോലെ തന്നെ അവരുടെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വി.എസ്. സനോജ്, എന്തായാലും കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ ജുഡീഷ്യൽ സംഘം അവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഈ ജുഡീഷ്യൽ സംഘം എത്തി നടത്തുന്ന പരിശോധനയുടെ റിപ്പോർട്ട് പിന്നീട് എപ്രകാരമായിരിക്കും ആ റിപ്പോർട്ടിന്മേലുള്ള നടപടികളൊക്കെ ഉണ്ടാകുക? സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് അവിടെ നടന്ന വയലൻസ്, വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, അതായത് പോലീസ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടും പോലീസിന് നേരെ ഉണ്ടായ ജനങ്ങൾക്കിടയിൽ നിന്നും അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ നിന്നാണ് നാടൻ തോക്കിൽ നിന്നാണ് വെടിയുതിർത്തത് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യൽ 3 അംഗ സമിതിക്ക് രൂപം നൽകിയത്. ഈ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കും. മറ്റൊന്ന്, മസ്ജിദിൻ്റെ സമിതി ചെയർമാൻ സഫർ അലി പറഞ്ഞത് പോലീസ് നാടൻ തോക്ക് ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ വെടിവെച്ചുവെന്നാണ്. അപ്പോൾ ഈ നിലവിൽ ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഹർജിയുടെ പുറകിലുള്ള പ്രേരണ എന്ന് പറയുന്നത് വർഗീയ കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ ട്രിഗർ ചെയ്യുന്ന സംഭവങ്ങളാണ് എന്നുള്ള ആരോപണം സംഘടനകൾ, അതായത് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ അഖിലേഷ് യാദവ് ഉൾപ്പെടെ അവിടുത്തെ MLA മകനെതിരെ കേസുണ്ടായി. അവിടുത്തെ സ്ഥലം MP ആയിട്ടുള്ള സിയാവുർ ബർക്കിനെതിരെ കേസുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു. ഈ രീതിയിൽ ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണവും മറ്റു വിമർശനങ്ങളൊക്കെ വന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ സമിതി പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട വിമർശനം നേരത്തെ അവർ നടത്തിയിരുന്നത് അവിടെ സ്ഥലത്തില്ലാത്തവർക്കെതിരെ ഉൾപ്പെടെ കേസാണ്. ഗൂഢാലോചന കുറ്റം, പ്രേരണ കുറ്റത്തിനും സമാജ്വാദി പാർട്ടി MPക്കെതിരെ കേസെടുത്തു. ഈ രീതിയിൽ അത് ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന സമീപനം UP സർക്കാർ പോലീസ് സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം വരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെടും. പിന്നെ നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടി MPയുടെ വിമർശനം വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡിൻ്റെ ഗ്യാൻവാബി വിധിയുമായി ബന്ധപ്പെട്ട് ആ വിധിയെ തുടർന്ന് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പോലുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സംഭലിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ആ വിധിയെ വിമർശിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു. മെഹബൂബ മുഫ്തിയെ പോലെ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി അടക്കം ഈ ഗാൻവാബിലെ വിധിയാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പഴയ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട് പള്ളികളായി മാറി തുടങ്ങിയുള്ള വിമർശനങ്ങളുടെ ചരിത്രം ചികഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കുള്ള ഒരു സാഹചര്യം ഒരുക്കിയതെന്നുള്ള വിമർശനം വന്നു. ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നവും
സാമൂഹ്യ പ്രശ്നമെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലെല്ലാം നിലവിൽ എന്താണ് അതിക്രമത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ചായിരിക്കും ജുഡീഷ്യൽ സമിതി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുക. സ്വാതി. ശരി, വി എസ് മനോജ്. ഉത്തർപ്രദേശിലെ വർഗീയ സംഘർഷമുണ്ടായ സംഭാലിൽ തെളിവെടുപ്പിന് ജുഡീഷ്യൽ സംഘം എത്തി. കോടതി നിർദ്ദേശപ്രകാരമാണ് ജുഡീഷ്യൽ സംഘം എത്തിയിരിക്കുന്നത്. ആ വിവരങ്ങളാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വി എസ് മനോജ് നൽകിയത്.